ഒപ്പം പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി ഉദ്ഘാടനം 17-ന് അണക്കരയിൽ നടക്കും. റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കരയുടെ 2026-27 പ്രവർത്തന വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോട്ടറി ഇന്റർനാഷണൽ തീമായ ക്രിയേറ്റ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഡിസ്ട്രിക്ട് തീമായ ഹോപ്പ് ആൻഡ് ഹോപ്പ് ഭാഗമായി പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി ആരംഭിക്കുന്നതാണെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. റോട്ടറി അംഗങ്ങളോടൊപ്പം സമൂഹ നന്മയ്ക്കായി കൈത്താങ്ങുകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുമിക്കുവാനായി ലോട്ടറി സെന്റർ ഫോർ ഹ്യൂമാനിറ്റി എന്ന പുതിയൊരു പദ്ധതി റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര അവതരിപ്പിക്കുകയാണ്. റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കരയുടെ 2026-27 പ്രവർത്തന വർഷത്തെ പ്രവർത്തന പദ്ധതികൾ ജൂലൈ മാസം 10-ാം തീയതി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഞങ്ങളൊരു ഡ്രീം പ്രൊജക്റ്റായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഒപ്പം, അതായത് പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി. റോട്ടറിയുടെ ഇന്റർനാഷണൽ തീമായ ക്രിയേറ്റിംഗ് ലാസ്റ്റിംഗ് ഹോപ്പ്, അതുപോലെ ഡിസ്ട്രിക്ട് തീമായ ഹോപ്പ് പ്ലസ് എന്നിവയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരു പെട്ടെന്ന് രോഗിയായി തീരുന്ന ഒരു മനുഷ്യന് ഒരു ഹോസ്പിറ്റൽ ബെഡിൻ്റെ ആവശ്യം വരും, ഓക്സിജൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ആവശ്യം വരും, അതുപോലെ വീൽ ചെയറുകൾ, IV സ്റ്റാൻഡുകൾ, അങ്ങനെ മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ട ഉപയോഗ ആവശ്യങ്ങളും വരുന്നുണ്ട്. എന്നാൽ ഇത് ഉടനെ പോയി വാങ്ങുവാനായിട്ട് സാധ്യതയുള്ള വളരെ ചുരുക്കം ചിലരെ നമ്മുടെ സമൂഹത്തിലുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അവർ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ എക്യുപ്മെൻറ്റ്സ് അവർക്ക് എടുക്കുകയും, അതായത് ഒരു ലൈബ്രറി പോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എക്യുപ്മെൻറ്റ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുശേഷം ആവശ്യത്തിന് ശേഷം നമുക്കത് തിരികെ നമ്മുടെ സെൻറ്ററിൽ തിരികെ ഏൽപ്പിക്കുകയും ചെയ്യാം. ഈ ഒരു പദ്ധതിയാണ് ഇതിൻ്റെ കീഴിൽ ഒപ്പം എന്ന പേരിൽ പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി ആയിട്ട് ആരംഭിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ റോട്ടറിയുടെ പ്രവർത്തകർ തന്നെയാണ് ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നതെങ്കിൽ ഇതിന് പബ്ലിക്കിൻ്റെ കൂടി ഒരു സപ്പോർട്ട് കൂടി ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് റോട്ടറി സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി എന്ന പേരിൽ അണക്കരയിൽ ഞങ്ങളൊരു സംരംഭം ആരംഭിക്കുകയാണ്. ഇതിലൂടെ റോട്ടറി മെമ്പേഴ്സിനും റോട്ടറി അംഗങ്ങളല്ലാത്തവർക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉതകുന്ന സംഭാവനകൾ ഇതിൽ നൽകുകയും ഇതിലൂടെ അവരുടെ റോട്ടറിയുടെ പ്രവർത്തനത്തിൽ റോട്ടറി അംഗങ്ങളല്ലാത്തവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. ഈ റോട്ടറി സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റിയുടെ കീഴിലെ ആദ്യത്തെ പ്രൊജക്റ്റാണ് നമ്മൾ ഈ ഒപ്പം എന്ന് പറഞ്ഞ പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി. ഇതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഡൊണേറ്റ്, കെയർ, റിട്ടേൺ ആൻഡ് റിപ്പീറ്റ്. നമുക്ക് ഇതിലേക്ക് പല രീതിയിൽ നമുക്ക് ഇതിനെ യോജിച്ച് പ്രവർത്തിക്കാം. ഒന്ന്, നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ഡൊണേറ്റ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആവശ്യമുള്ള ആൾക്കാർ അത് കെയർഫുള്ളി യൂസ് ചെയ്യുന്നു, അതാണ് കെയർ. അതിനുശേഷം അവരത് റിട്ടേൺ ചെയ്യുന്നു, നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ചക്രം മുന്നോട്ട് തിരിഞ്ഞു പൊക്കൊണ്ടേയിരിക്കുമ്പോൾ സാമൂഹ്യ സേവന രംഗത്ത്, ആതുര സേവന രംഗത്ത്, പാലിയേറ്റീവ് മേഖലകളിൽ ഇതൊരു മുതൽക്കൂട്ടായി തീരുന്നു. ഇതിലൂടെ റോട്ടറി അംഗങ്ങളല്ലാത്ത റോട്ടറി ഫ്രണ്ട്സിനും റോട്ടറിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ പങ്കാളികളാകുവാൻ അവസരം ലഭിക്കും. ഇതിന്റെ ആദ്യ സംരംഭമാണ് ഒപ്പം പാലിയേറ്റീവ് കെയർ ലൈബ്രറി. ഇതിലൂടെ പുതിയ പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ സംഭാവന നൽകുകയോ വീടുകളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ നൽകുകയും ചെയ്യാം. അടുത്തുള്ള റോട്ടറി ക്ലബിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററോട് കൂടിയോ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ നമ്മൾ അതിൻ്റെ ഫോർമാറ്റിനനുസരിച്ച് ഈ സാധനങ്ങൾ അവർക്ക് കൈമാറും. അതിനുശേഷം കൃത്യമായ ഒരു റിട്ടേൺ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ റോട്ടറി ക്ലബിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തൽ നമ്മളിതിനു വേണ്ടി ക്രമീകരിക്കണം. ഓക്സിജൻ റെസ്പിറേറ്ററി സിസ്റ്റം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളിതില്ല. ഇപ്പോൾ നമ്മളുടെ 3 കിടക്കൽ ഹോസ്പിറ്റൽ ബെഡുകൾ, 5 എയർ ബെഡുകൾ, അതോടൊപ്പം വീൽ ചെയറുകൾ, നമ്മുടെ IV സ്റ്റാൻഡുകൾ, വോക്കിംഗ് സ്റ്റിക്ക്, പിന്നെ വോക്കറുകൾ, ഇങ്ങനെയുള്ള സംവിധാനമാണ് ആദ്യം. വാട്ടർ ബെഡുണ്ട്, ഓക്സിജൻ ബെഡുകളുണ്ട്. ഇതിലൂടെ അത്യാവശ്യമായ പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ്സ് അഭാവം മൂലം ഒരു രോഗിയും കഷ്ടപ്പെടരുത് എന്ന ചിന്തയിലൂടെയാണ് ഒപ്പം എന്ന പേരിൽ പാലിയേറ്റീവ് കെയർ ലൈബ്രറി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിന്റെ ടാഗ് ലൈൻ ഡൊണേറ്റ്, കെയർ, റിട്ടേൺ, റിപ്പീറ്റ് എന്നതാണ്. ഒപ്പത്തിലേക്കുള്ള എല്ലാ സംഭാവനകളും കണക്കിൽപ്പെടുത്തുകയും 3 മാസത്തിലൊരിക്കൽ സംഭാവന ചെയ്ത ഉപകരണം എത്ര വ്യക്തികൾ ഉപയോഗിച്ചുവെന്നും എത്ര ദിവസം ഇത് ഉപയോഗിക്കപ്പെട്ടുവെന്നും ഭാരവാഹികൾ ദാതാക്കളെ അറിയിക്കും. ഈ സുതാര്യമായ രേഖപ്പെടുത്തൽ തന്റെ സംഭാവന സമൂഹത്തിന് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ബോധ്യമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒപ്പം പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ്സ് ലൈബ്രറിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം 2026 ജൂലൈ മാസം 17-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് അണക്കര അച്ചൂസ് ബിൽഡിംഗിൽ വെച്ച് റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര പ്രസിഡന്റ് സാബു കെ തോമസിന്റെ അധ്യക്ഷതയിൽ ചേരും. യോഗത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിക്കും.
യോഗത്തിൽ വിവിധ ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര ഭാരവാഹികളായ സാബു കെ തോമസ്, റോബിൻ തട്ടയിൽ, ജോമി പയ്യലുമുറി, സാബു വയലിൽ, മാണി ഇരുമേട എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.